നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ അനാരോഗ്യപരമായിട്ടുള്ള പല അവസ്ഥാവിശേഷങ്ങളും വന്നു ചേരുന്നത് വഴി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഏപ്രിൽ മാസം പകുതി വരെയും അവധിയെടുത്ത് പല കാര്യങ്ങളും കൂടുതൽ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആയതുകൊണ്ട് പലപ്പോഴും മുൻകൂട്ടി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ചെയ്തു തീർക്കുകയായിരിക്കും നന്നാവുക. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതല വർദ്ധിക്കും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ പല അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടുവാനാണ് യോഗമുള്ളത്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുന്നത് വഴി ഒരു പക്ഷേ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ തരണം ചെയ്യുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുവാൻ ഇടവരുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയൊക്കെ തന്നെ സ്വന്തം നിശ്ചയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. രണ്ടാമത്തെ പകുതിയിലാണെങ്കിൽ വേണ്ട വിധത്തിൽ വേണ്ട പോലെ അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പൊതുവെ മാർച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അസുഖങ്ങളുണ്ടാകുന്നത് വഴി ഒരു പക്ഷേ 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിട വരുമെങ്കിലും ഒരു പക്ഷേ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കാത്തത് വഴി മനോവിഷമം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി നിയമസഹായം തേടുവാനുള്ള യോഗം കാണുന്നു. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒരു പക്ഷേ ആചാര്യസ്ഥാനം വഹിക്കുവാനുള്ള ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും അഗ്നി, ആയുധം, ധനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ മുൻ പറഞ്ഞ വിധത്തിൽ വളരെ നിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ്. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള യോഗം കാണുന്നു. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളെ കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളെ കൊണ്ടും രോഗവിമുക്തി വരുവാനും ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനും യോഗമുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലാത്തതിനാൽ ഉദ്യോഗം രാജിവെക്കുവാനുള്ള തീരുമാനം ഉണ്ടാകുമെങ്കിലും വരുന്ന സെപ്റ്റംബർ മാസം വരെ ഉദ്യോഗം രാജിവെക്കുന്നത് അത്ര ഗുണകരമല്ല. ജാഗ്രതയോടുകൂടിയതായിട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള യോഗം കാണുന്നുണ്ടെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പല ദിവസങ്ങളിലും വൈകുന്നേരം വരെയും അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അന്തിമമായിട്ട് അനുകൂലമായ വിജയം കൈവരിക്കും. ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ്. ഇതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ ഫലങ്ങൾ. നമസ്കാരം.